രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെയുണ്ട്? പൊളി 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 ക്ലാസ്, വേൾഡ് ക്ലാസ്. അറിഞ്ഞിട്ടാണോ വരുന്നത്? അപ്പം എന്തായിരുന്നു കണ്ടപ്പോ ഒരു നല്ല പടം കേട്ടോ, ബെസ്റ്റ് പടം. ഇങ്ങനെ ഒരു മൂവി വന്നിട്ടില്ല. ഡിഗ്രേഡിംഗ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. സ്വന്തം അഭിപ്രായമൊക്കെ ഇല്ലേ? നല്ല പടം, നല്ല പടം. മിസ്സിങ് കണ്ടില്ലേ കേട്ടോ? ഡിഗ്രേഡിംഗ് നടക്കുന്നുണ്ടല്ലോ പടത്തിന്, ഭയങ്കര മോശമാണെന്ന രീതിക്ക്. അപ്പം ഇപ്പോൾ കണ്ടിറങ്ങിയപ്പോൾ എന്താണ്? അത് ഓരോരുത്തരുടെ താല്പര്യമായിരിക്കുമല്ലോ. എനിക്ക് പേഴ്സണലി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര മോശം പടമായിട്ടൊന്നും തോന്നിയില്ല. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പടം തന്നെയാണ്. സോ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ ഉദാഹരണമാണ്, എക്സാമ്പിളാണ് ഈ ദേവദൂതൻ മൂവി. നമ്മുടെ എന്താ പറയുക, മിനി സ്ക്രീനിൽ വരുമ്പോൾ അതിന് ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് തൂവാനത്തുമ്പിൽ ഇതുപോലെ ഫ്ലോപ്പായ ഒരു സിനിമയായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഈ ജനറേഷൻ ഇപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന സിനിമയാണ്. അതുപോലൊരു ഇതായിട്ട് തന്നെ വരും മിക്കവാറും അടുത്തൊരു. LJP പടമാണ്. ഒരു ഫാനാണോ? LJP ഫാനാണ്. LJPയുടെ മുൻ സിനിമകളെ പോലെ ഒരു മുൻവിധിയോടുകൂടി കാണാനൊന്നും കുഴപ്പമില്ല. മോഹൻലാലിന്റെ മാസാണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരും. അത് മാസ് പടം എന്നുള്ള രീതിയിൽ ആണ് ഇത് അവർ പ്രൊമോട്ട് ചെയ്തതാണെന്ന് കുഴപ്പമാണ്. ക്ലാസ് എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലായിരുന്നു. ക്ലാസ് പടമാണ്. LJP എല്ലാം ഓൾമോസ്റ്റ് എല്ലാം. പിന്നെ ഒരു LJPയുടെ സ്റ്റൈല് അതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് അതിനകത്ത്. അത് ചിത്രത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇഷ്ടമായി, പടം ഇഷ്ടമായി. സെക്കൻഡ് പാർട്ടിനായി കാത്തിരിക്കുന്നു. പ്രതീക്ഷിക്കാൻ ഒരു ട്വിസ്റ്റായിരുന്നു. പിന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു ഫാനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കൊള്ളായിരുന്നു, ഇഷ്ടമായി. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അതെ അതെ. റിവ്യൂ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറയാനുള്ള ഒരു എന്നാലും കുഴപ്പമില്ല മൂവി. അതെ 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 അതെ, അത് അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. പിന്നെ LJP മോഹൻലാൽ കോമ്പിനേഷൻ ഒന്ന് കാണും. മുമ്പ് ഞാൻ നൻപകൽ നേരത്തെ മയക്കം അത് കണ്ടു. പിന്നെ അങ്കമാലി ഡയറീസ് കണ്ടിട്ടുണ്ട്. ഞാൻ സെലക്റ്റീവായിട്ട് കാണാറുള്ളൂ. അപ്പോൾ ഇത് കണ്ടതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു. പടം കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത സിനിമയാണ്, മൂവിയാണ്. പിന്നെ ഈ ലാഗ് എന്ന് പറയുന്നത് പുള്ളിയുടെ മാസ്റ്റർ പീസാണ്. അത് എൻജോയ് ചെയ്യുന്നവർക്ക് വളരെ ഈസി ആയിട്ട് പടം കണ്ടുപോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പറായിട്ടുണ്ട് അത്. എനിക്ക് തോന്നുന്നത് നാഷണൽ ലെവലിൽ മിക്കവാറും കുറേയൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ലെവലിലും കുറേയൊക്കെ അവാർഡ്സ് കുറേ ഈ ഒരു കാറ്റഗറീസിൽ. അതെ അതെ അതെ, അത് തന്നെയാണ് മെയിനായിട്ട് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത് തോന്നുന്നു. അതുപോലെ മോഹൻലാൽ ഓറിയൻറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുള്ളി മോഹൻലാൽ ഓറിയൻറ്റഡ് എന്ന് വെച്ചാൽ മോഹൻലാൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സിനിമകളിലോട്ട് കൂടുതൽ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു മാസ് പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ ഒരു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് അങ്ങനത്തെ ഫിസിക്കലി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഉണ്ട് ഒരുപാടുണ്ട്. പുള്ളിയുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെ അതന്നെയാണ് ഫാക്റ്റ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ക്ലാസ്സായിട്ട് കൊണ്ടുപോയാൽ അങ്ങനെ കൊണ്ടുപോയാൽ മതിയായിരുന്നു സിനിമ. തോന്നുന്നുണ്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ പടമൊക്കെ ഭയങ്കരമായിട്ട് വാഴ്ത്തപ്പെടുന്നു? അതിന് ഉദാഹരണമാണ്, എക്സാമ്പിളാണ് ഈ ദേവദൂതൻ മൂവി. നമ്മുടെ എന്താ പറയുക, മിനി സ്ക്രീനിൽ വരുമ്പോൾ അതിന് ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് തൂവാനത്തുമ്പിൽ ഇതുപോലെ ഫ്ലോപ്പായ ഒരു സിനിമയായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഈ ജനറേഷൻ ഇപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന സിനിമയാണ്. അതുപോലൊരു ഇതായിട്ട് തന്നെ വരും മിക്കവാറും അടുത്തൊരു ജനറേഷനിലോട്ട് വരുമ്പോൾ. തീർച്ചയായിട്ടും വരും. അതങ്ങനെ ആയിരിക്കുമല്ലോ, ഓരോ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ സിനിമയ്ക്ക്. ആസ്വാദനത്തിൻ്റെ ശൈലി മാറി വരുമ്പോൾ ആൾക്കാർക്കിടയിലുള്ള അഭിപ്രായങ്ങൾ മാറി വരും. പടം ഈ പറയുന്നത്ര നെഗറ്റീവ്സ് ഒന്നും കണ്ടിട്ട് തോന്നിയില്ല. അത്യാവശ്യം നല്ല പടം തന്നെയായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാം, ഈ പറഞ്ഞ പോലെ ഒരു ഫെയറി ടെയിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എഫക്റ്റ് തന്നെയായിരുന്നു. സിനിമാറ്റോഗ്രാഫി നന്നായിട്ടുണ്ടായിരുന്നു. എഴച്ചിലെന്ന് പറയാൻ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. എല്ലാവരും വന്ന് കാണാം, തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. നന്നായിട്ടുണ്ടായിരുന്നു.